നമസ്കാരം, എല്ലാവർക്കും കിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് മീൻ കപ്പയാണ്. എങ്ങനെയാണ് നമുക്ക് മീൻ കപ്പ ഉണ്ടാക്കുക എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായി കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം വീഡിയോ മുഴുവനായി കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് മീൻ കപ്പ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാവും. അതോടെ മീൻ കപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഡിഷാണ് നമ്മളുടെ മീൻ കപ്പ. അപ്പോൾ എങ്ങനെയാണ് മീൻ കപ്പ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മീൻ കപ്പ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പ ആവശ്യമാണ്, പിന്നെ പച്ചമുളക്, മീൻ തല, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മീൻ കപ്പ തയ്യാറാക്കാൻ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ്. ശേഷം നമ്മൾ കപ്പ എന്ത് ചെയ്യുക, ചെറുതായി മുറിക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ചെറുതായി നുറുക്കുക. അത് നന്നായി കഴുകിയതിന് ശേഷം 2-3 പ്രാവശ്യം നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കപ്പയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കപ്പ ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം വെക്കുന്നത് കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെച്ച് അത് പെട്ടെന്ന് തന്നെ തിളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. അപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നുറുക്കി വെച്ച ഈ കപ്പ കഷ്ണങ്ങളൊക്കെ ഈ പാത്രത്തിലേക്ക് കുറച്ചായി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കുകയാണ്, കാരണം കപ്പയ്ക്ക് നല്ല വേവ് ആവശ്യമുണ്ട്. അടുത്തായിട്ട് നമ്മൾ കപ്പ വെന്തോന്ന് നോക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വേവണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കപ്പ വേവാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളെ കപ്പ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. നമ്മളുടെ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മാറ്റുക, നല്ല ചൂടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം, നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ട കപ്പയാണിത്. അപ്പോൾ നല്ല ചൂടുണ്ട്. ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പയിലാണ്. അടുത്തതായി നമ്മൾ മാറ്റി വെച്ച മീൻ തലയില്ലേ, അത് ഓരോന്നായിട്ട് നമ്മൾ ചട്ടിയുടെ സെൻറ്ററിൽ വെച്ച് വെക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായി നമ്മൾ വെച്ചതിന് ശേഷം നമ്മളതിനെ കപ്പ കൊണ്ട് മൂടുകയാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എവിടെ വെള്ളം ഒഴിക്കുന്നുള്ളൂ, അത് നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പച്ചമുളക് നന്നായി ചതച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചതച്ച പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേയും ചേർക്കാം, അല്ലെ വെള്ളം ഒഴിച്ചിട്ടും ചേർക്കാം. അപ്പം നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് ചേർക്കാണ്. ഈ പച്ചമുളക് ചേർക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കപ്പയുടെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് കൂടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഗ്യാസ് കത്തിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ചട്ടി വെക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഏകദേശം നമ്മളൊരു 25 മിനിറ്റായി. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. നമ്മളുടെ കപ്പ ഇവിടെ ഏകദേശം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കപ്പയും മീനും പച്ചമുളകും ഒക്കെ കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക, അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കുറുകാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മീൻ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മീൻ കപ്പ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ഡിഷും കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം വീഡിയോ കാണുന്നവർ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.